ഈ എക്ടോപിക് പ്രഗ്നൻസി, അതായത് 100 സംഭവിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. എസ്പെഷ്യലി നമ്മൾ ഫെർട്ടിലിറ്റിക്ക് വേണ്ടിയിട്ട് ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നേരത്തെ എക്ടോപിക് ഉണ്ടായിട്ടുള്ളവരിൽ, അല്ലെങ്കിൽ ട്യൂബ്സിൽ എന്തെങ്കിലും സർജറി ഒക്കെ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ക്രോണിക്കായിട്ട് ഇൻഫെക്ഷൻസ്, നമ്മുടെ പെൽവിക് ഇൻഫെക്ഷൻസിലുള്ളവരിലൊക്കെ ഇതിൽ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ സിംറ്റംസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ യൂഷ്വലി പലർക്കും ചിലപ്പോൾ സിംറ്റംസേ ഉണ്ടാവില്ല, നമ്മൾ സ്കാൻ നോക്കുമ്പോഴായിരിക്കും കാണുന്നത്. അല്ലെങ്കിൽ മോസ്റ്റ്ലി സിംറ്റംസ് വരുന്നത് ഒരു 6 ആഴ്ച ആകുമ്പോഴേ, അതായത് നമ്മുടെ പീരിയഡ്സ് മിസ്സായിട്ടൊരു 2 വീക്സ് കഴിയുമ്പോഴാണ് അതിൻ്റെ സിംറ്റംസ് കണ്ടു തുടങ്ങുന്നത്. സിംറ്റംസ് അടിവയറ്റിൽ പെയിൻ ആവാം, ചെറിയ ബ്ലീഡിങ് ആവാം, ലൈറ്റ് സ്പോട്ടിംഗ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഡാർക്കിഷ് ബ്രൗണിഷ് ഡിസ്ചാർജ് ആയിട്ടൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഹെവി ബ്ലീഡിങ്ങും ആവാം, അല്ലെങ്കിൽ ചിലരിൽ ഷോൾഡർ പെയിൻ, അങ്ങനെ സിംറ്റംസ് ഉണ്ടാവാം. ട്യൂബൽ പ്രഗ്നൻസി ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിനെ എങ്ങനെ മാനേജ് ചെയ്യാം, അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ സിംറ്റംസ് എങ്ങനെയാണ്, പെയിൻ എന്തോരം ഉണ്ട്, ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ടോ, അല്ലെങ്കിൽ ആ പ്രഗ്നൻസി എത്ര ആഴ്ചയായി, എത്ര സൈസ് ഉണ്ട്, അത് നമ്മുടെ പ്രീവിയസ് റീപ്രൊഡക്റ്റീവ് ഹിസ്റ്ററി ഒക്കെ നോക്കിയിട്ടാണ്. അപ്പം ചിലരിൽ നമുക്ക് വെയിറ്റ് ആൻഡ് വാച്ച് അപ്രോച്ച് പോസിബിളാണ്, ഹോർമോൺ ലെവൽസ് ഒക്കെ വളരെ കുറവാണ് വലിയ പ്രഗ്നൻസി ആണെങ്കിൽ. ചിലരിൽ നമുക്ക് ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വന്നേക്കാം ആ ഒരു പുറത്തുള്ള പ്രഗ്നൻസി ചുരുങ്ങാനായിട്ട്. ചിലർ നമുക്ക് സർജറി വേണ്ടി വന്നേക്കാം. സർജറി എന്ന് പറഞ്ഞാൽ നമ്മൾ ലാപ്രോസ്കോപ്പി, അതായത് കീ ഹോൾ സർജറി വഴി ഒന്നെങ്കിൽ ആ ട്യൂബിലുള്ള പ്രഗ്നൻസി പാർട്സ് മാത്രം മാറ്റുക എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ചിലത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ആ ട്യൂബ് റിമൂവ് ചെയ്യാം.